ഷാലോം പ്രേക്ഷകരായ ദൈവമക്കൾക്ക് ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 19 അധ്യായം 2 വാക്യമാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നാണ് ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവമായ യഹോവ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുക. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം 3 വാക്യവും പറയുന്നത് ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ എന്ന്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി തീരുക എന്നുള്ളത് എന്ന ഈ തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ വിശുദ്ധി എന്ന് പറയുന്നതായ വാക്കിനെ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത് എന്ന ഒരു തലത്തിലാണല്ലോ. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കറുത്ത കുപ്പായം, ഈ അഭിഷേക വസ്ത്രം തയ്ക്കാൻ വേണ്ടി എടുത്തപ്പോൾ 1 മീറ്റർ അധികം വന്നതുകൊണ്ട് കൊച്ചമ്മയ്ക്ക് ഒരു ബ്ലൗസ് തയ്ക്കുന്നു. എന്നാൽ ഇത് വിശുദ്ധ വസ്ത്രം എന്ന് പറയുമ്പോൾ ബ്ലൗസ് വിശുദ്ധെന്ന് പറയില്ല. അതിനെന്തോ മനസ്സിലായി, നമ്മൾ തമ്പുരാന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയായി വേർതിരിക്കപ്പെട്ടതിനെ ഉദ്ദേശിച്ചാണ് വിശുദ്ധി എന്നുള്ള വാക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം 6 അധ്യായം 10 വാക്യം ഇങ്ങനെ പറയുന്നു: വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. അപ്പൊ എങ്ങനെ വിശുദ്ധരാകാമെന്ന് ചോദിക്കുന്നതിന് ഉത്തരമായിട്ട് ഈ വചനം പറയുന്നത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്ത് നിങ്ങൾക്ക് വിശുദ്ധരായിത്തീരാൻ സാധിക്കും എന്ന്. വിശുദ്ധി എന്ന് പറയുന്നതായ മലയാള വാക്കിന് തത്തുല്യമായി ഗ്രീക്കിൽ 3 പദങ്ങൾ കാണാനായിട്ട് സാധിക്കും: ഹായോസ്, അഗിയോസ്, ഓസിയോസ്. ഇംഗ്ലീഷിൽ നമുക്ക് യു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് തത്തുല്യമായി നീ, നിങ്ങൾ, താങ്കൾ എന്ന 3 പ്രയോഗങ്ങൾ കാണാൻ സാധിക്കുന്നു. ഹിന്ദിയിൽ യു എന്നതിന് തു, തും, ആപ് എന്ന് കാണുന്നു. ആയതുപോലെ വിശുദ്ധി എന്ന് പറയുന്ന വാക്കിന് തത്തുല്യമായി ഗ്രീക്കിൽ കാണുന്ന വാക്കുകളാണ് ഹായോസ്, അഗിയോസ്, ഓസിയോസ്. അതിൽ ഹായോസ് എന്ന് പറയുന്ന പദം ഉണ്മയിലുള്ള വിശുദ്ധിയെ കുറിക്കുന്ന പദമാണ്. സത്തയിൽ ഉള്ള വിശുദ്ധിയെ കുറിക്കുന്ന പദമാണ്. അൺചേഞ്ചബിൾ ഹോളിനെസ്, അതായത് ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിക്കുന്ന പദമാണ് ഹായോസ് എന്ന് പറയുന്ന വാക്ക്. അതിന് ഗ്രഡേഷൻ ഇല്ല. എന്നാൽ ബാക്കി 2 പദങ്ങളിൽ അത് മനുഷ്യന്റെ വിശുദ്ധിയെ കുറിക്കുന്ന പദമാണ്. അഗിയോസ് എന്ന് പറയുമ്പോൾ ധാർമ്മിക തലത്തിൽ അനുഷ്ഠാനങ്ങളിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന വിശുദ്ധിയെ കുറിക്കുന്ന പദമാണ്. കൂദാശ അനുഷ്ഠാനങ്ങളിലൂടെ വിശുദ്ധ കുംഭസാരം, വിശുദ്ധ കുർബാന ആദിയായിരിക്കുന്ന കൂദാശകളുടെ അനുഷ്ഠാനത്തിലൂടെ ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് ലഭിക്കുന്ന വിശുദ്ധിയെ കുറിക്കുന്ന പദമാണ് അത്. കൂദാശകൾ വിശുദ്ധിയോടെ ചെയ്ത് വിശുദ്ധരായിത്തീരുന്ന ആ തലം, അത് ആർജിത വിശുദ്ധിയെ കുറിക്കുന്ന പദമാണ്. 3 വാക്കും അതുപോലെ തന്നെ ഓസിയോസ് എന്ന പദമാണ്. അത് ദൈവകൽപ്പനകൾ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ, പ്രായോഗികമാക്കുന്നതിലൂടെ ലഭിക്കുന്ന വിശുദ്ധിയെ കുറിക്കുന്ന പദമാണ് ഹോസിയോസ്. അപ്പോൾ അഗിയോസ്, ഓസിയോസ് ഈ 2 പദങ്ങളും ആർജിത വിശുദ്ധിയെ കുറിക്കുന്ന പദങ്ങളാണ്. മനുഷ്യർക്ക് ആർജിച്ച് എടുക്കാവുന്നതായ, വളരാവുന്നതായ ആ വിശുദ്ധിയുടെ തലം നാം മനസ്സിലാക്കിയാൽ നമ്മൾ ഇങ്ങനെ പറയും: ദൈവമേ
നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവം ആകുന്നവനാണ്, ആയിത്തീരുന്നവനല്ല. ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ അവൻ ആയിത്തീരുന്നവനല്ല, ആകുന്നവനാകുന്നു. എന്നാൽ നമ്മൾ പറയും പരിശുദ്ധനായ പരിമള തിരുമേനി, വിശുദ്ധനായ ഗീവർഗീസ് സഹദ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നത് പരിശുദ്ധനായ എന്ന് പറയുമ്പോൾ ആയിത്തീരുന്ന. ഉദാഹരണമായിട്ട് ഗർഭിണിയായ മറിയം എന്ന് പറയുമ്പോൾ ആയിത്തീരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുന്നു. ആയതുപോലെ തന്നെ മനുഷ്യന് അവന്റെ ജീവിതത്തിൽ വിശുദ്ധിയിലേക്കൊരു വളർച്ച സാധ്യതമാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ വിശുദ്ധി എന്ന് പറയുന്ന ആ വാക്കിൽ വിശുദ്ധൻ എന്ന് പറയുമ്പോൾ, മനുഷ്യരിൽ നിന്നുള്ള വിശുദ്ധൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയുടെ ആ തലത്തിൽ ഉദ്ദേശിച്ചല്ല, അതിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നമുക്കറിയാം, വീടുകൾ ഉപയോഗിക്കുന്ന ബൾബുകൾ 0 വാട്ട് ബൾബ്, 40 വാട്ട്സ്, 100 വാട്ട്സ്, 1000 വാട്ട്, ഹാലോജൻ ബൾബ്, മെർക്കുറി ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, ഇതിനൊക്കെയും വെട്ടമുണ്ട്, പ്രകാശമുണ്ട്. ഈ പ്രകാശത്തിന്റെ ഡെൻസിറ്റി, അതിന്റെ തീവ്രത, അതിന്റെ തേജസ്സിൽ അത് വ്യത്യസ്തതയുണ്ടെന്ന് നമുക്കറിയാം. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മനുഷ്യരിലും വിശുദ്ധിയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലെ വിശുദ്ധർക്ക് എഴുതുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഭയെ മൊത്തമായി വിശുദ്ധർ സംബോധന ചെയ്യുന്നു, സഭാമക്കളെ വിശുദ്ധരായിട്ട് സംബോധന ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ വിശുദ്ധരാണ്. പക്ഷേ ആ വിശുദ്ധിയുടെ പടവുകളിൽ ആണ് ഓരോ തലത്തിലായിരിക്കും നമ്മൾ നിൽക്കുക എന്ന് മാത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ആ വിശുദ്ധിയിൽ ഏറെ മുന്നോട്ട് വളരാൻ തക്കവണ്ണമുള്ള ഒരു സാധ്യത. ഞാൻ മനസ്സിലാക്കുന്നത് വിശുദ്ധിയുടെ സ്വീകരണ ശേഷി ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ്. ഈ സ്വീകരണശേഷി ഏറെ വളർത്തിയെടുത്തവരെയാണ് നമ്മൾ വിശുദ്ധർ എന്ന് സംബോധന ചെയ്യുക. ഈ സ്വീകരണശേഷിയിൽ ഏറെ മുന്നേറിയവരെ നമ്മൾ വിശുദ്ധർ എന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സ്വീകരണശേഷിയിൽ ഏറെ വളർന്ന് വരാൻ തക്കവണ്ണമുള്ള ആ സാധ്യതയെ നമുക്ക് ചിന്തിക്കേണ്ടത് കൂടി ആവശ്യമായ കാര്യമാണ്. ഞാൻ ഈ അടുത്ത നാളുകളിൽ വിശുദ്ധനായ ഗീവർഗീസ് സഹദയുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് കൺവെൻഷൻ ധ്യാനയോഗങ്ങൾക്കായി ക്ഷണിക്കപ്പെട്ടപ്പോൾ അവിടെ എന്താണ് പ്രസംഗിക്കേണ്ടത് എന്ന വിഷയം പ്രാർത്ഥനയിൽ വെച്ചെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു പാട്ട് ശീല, എന്നോ കേട്ട ഒരു പാട്ടിന്റെ ശീല മനസ്സിലിങ്ങനെ പൊന്തിയായി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ ശീല ഞാൻ ഓർക്കുകയാണ്, കുറെ വിശുദ്ധരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ ശീലുകൾ പാടിയ വ്യക്തി ഇങ്ങനെ പാടിയത്: അവർക്കും ഇവർക്കും വിശുദ്ധരാകാമെങ്കിൽ ഈ ചാക്കോയ്ക്ക് എന്തുകൊണ്ടായിക്കൂടാ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ശീലിനെ ഇങ്ങനെ മാറി മാറി പാടാൻ പ്രേരണയായി. അവർക്കും ഇവർക്കും വിശുദ്ധരാകാമെങ്കിൽ ഈ തോമസിന് എന്തുകൊണ്ടായിക്കൂടാ, ഈ റോയച്ചൻ എന്തുകൊണ്ടായിക്കൂടാ, ഈ ആലീസിന് എന്തുകൊണ്ടായിക്കൂടാ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വിശുദ്ധിയിലേക്ക് ഉയരാൻ തക്കവണ്ണം ഉള്ള ഒരു സാധ്യതയാണ് അതിലൂടെ മനസ്സിലാക്കിയത്. തുടർന്ന് ചേർന്നൊരു ചിന്ത കൂടി എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. അതായത്, ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ UGCയും മറ്റും വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഫാക്കൾട്ടി ഇംപ്രൂവ്മെന്റ് ഭാഗമായിട്ട് MPhil, PhD ആദ്യായവ ക്വാളിഫിക്കേഷൻസ് എടുക്കാൻ തക്കവണ്ണം അധ്യാപകർ ഒത്തിരി പണിപ്പെടുന്നത് കാണാൻ സാധിച്ചു. MPhil ഉണ്ടെങ്കിൽ 2 ഇൻക്രിമെന്റ്, PhD ഉണ്ടെങ്കിൽ 5 ഇൻക്രിമെന്റ് എന്ന് ഒക്കെ മനസ്സിലാക്കിയപ്പോൾ ഏറെ പണിപ്പെട്ടും ത്യാഗപ്പെട്ടും പ്രായമുള്ളവർ പോലും PhD എടുക്കാൻ തക്കവണ്ണമായിട്ട് ശ്രമിക്കുന്ന ആ കാഴ്ച എൻ്റെ മനസ്സിലേക്ക്, ഓർമ്മയിലേക്ക് വന്നു. അത് പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്ന് ചേർക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ആ തലത്തോടൊപ്പം സാമ്പത്തികമായിട്ടും പ്രയോജനമുള്ള ആ ഒരു തലം. ഇത്രയും ത്യാഗം സഹിച്ച്
ഈ ഡോക്ടർ എന്ന ആ ഡെസിഗ്നേഷൻ പേരിന് മുമ്പിൽ വരാൻ തക്കവണ്ണം അധ്വാനിക്കുന്ന ആ കാഴ്ച ആ ഓർമ്മ വിടുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്, എന്തുകൊണ്ട് പേരിന്റെ മുമ്പിൽ സെയിന്റ് എന്ന് വരാൻ ആഗ്രഹിച്ചുകൂടാ? അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന വാക്ക് വരാൻ തക്കവണ്ണമായിട്ട്, ആ ഒരു വിശേഷണം വരാൻ തക്കവണ്ണമായിട്ട് ഓരോ മനുഷ്യർക്ക് എന്തുകൊണ്ട് ആഗ്രഹിച്ചുകൂടാ? ഒരു വിശുദ്ധന്റെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ആ പെരുന്നാളിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടത്, എനിക്കും ഒരു വിശുദ്ധനായി മാറണം, എന്റെ തലമുറ വിശുദ്ധരായിട്ട് മാറണം. ഈ ഒരാഗ്രഹം എല്ലാവരുടെയും മനസ്സിൽ വളർന്നു വരേണ്ട ഒരാശയമായിട്ടാണ് എന്ന് ഞാൻ അവിടെ വെച്ച് ഓർക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആ വിശുദ്ധിയിലേക്ക് ഉയർന്നു വരാം എന്ന് ചിന്തിക്കുമ്പോൾ, ഇവിടെ കേട്ടു ആർജിത വിശുദ്ധിയുടെ മേഖലയിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു, കർമാനുഷ്ഠാനങ്ങളിലൂടെ, അത് വിശുദ്ധിയോടെ ചെയ്യുന്നതിലൂടെ നമുക്ക് വിശുദ്ധരായി തീരാൻ സാധിക്കും. കൂദാശകൾ, തമ്പുരാനോട് വേർതിരിക്കപ്പെട്ട കർമ്മങ്ങൾ, അതിനെ ആ ഒരു ഭാവത്തോടുകൂടി സ്വീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിലൂടെ ഏത് മനുഷ്യനും ഈ വിശുദ്ധിയിലേക്ക് ഉയരാൻ സാധിക്കും. PhD എടുക്കണമെങ്കിൽ ലൗകികമായി അടിസ്ഥാന ക്വാളിഫിക്കേഷൻ അവിടെ ആവശ്യമാണ്. എന്നാൽ ഒരു വിശുദ്ധനാകാൻ തക്കവണ്ണം ലൗകികമായിട്ട് യാതൊരു അടിസ്ഥാന ക്വാളിഫിക്കേഷൻസ് ആവശ്യമില്ല. ഡിഗ്രിയോ അവിടെ SSLCയോ ഒരു 4ാം ക്ലാസ്സോ 1ാം ക്ലാസ് പോലുമോ വേണമെന്നില്ല. അത് ആർക്കും വിശുദ്ധനാകാൻ, എത്ര പ്രായമുള്ള ഒരു വ്യക്തിക്കും എത്ര കൊച്ചുകുട്ടിക്ക് പോലും അതിലേക്ക് വളരാനുള്ളൊരു സാധ്യത നമ്മളുടെ മുമ്പിൽ ഉണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചതിൻ്റെതായിരിക്കുന്ന അർത്ഥം. 3ാമത്തെ വാക്കിലൂടെ അച്ഛൻ പറഞ്ഞു വെച്ചത്, തമ്പുരാന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ നമുക്ക് വിശുദ്ധരായി തീരാൻ സാധിക്കും എന്ന. യോഹന്നാന്റെ സുവിശേഷം 15ാം അധ്യായം 3ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഈ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന്. വചനം കേട്ട് അനുസരിക്കുന്നതിലൂടെ ഒരു വിശുദ്ധീകരണം നമ്മളിൽ സംഭവിക്കുന്നു എന്നല്ലേ ആ വാക്ക് അർത്ഥമാക്കുന്നത്? കർത്താവ് പറയുന്നു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ കേട്ട് അനുസരിക്കട്ടെ എന്ന്. ദൈവകൽപ്പന കേട്ട് അനുസരിക്കുന്നതിലൂടെ ദൈവ മനോഭാവത്തിലേക്ക് ഒരു വളർച്ച നമ്മളിൽ സാധ്യതമാണ്. നാം കൊടുക്കുന്ന ഓരോ ക്ഷമയും ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് എന്നെ വളർത്തുകയാണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ തക്കവണ്ണം പ്രയാസമുണ്ടാകുകയില്ല. അങ്ങനെ ഓരോ കൽപ്പനയും ഞാൻ ജീവിതത്തിൽ പ്രായോഗികമാക്കുക വഴി ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക്, ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് എനിക്ക് വളരാൻ സാധിക്കുന്നു എന്നറിവല്ല, ആ തിരിച്ചറിവ് നമുക്ക് അപ്രകാരം കൽപ്പന പാലിക്കാൻ തക്കവണ്ണം ഒരു മോട്ടിവേഷനായി, പ്രചോദനമായിട്ട് മാറും എന്നാണ് എൻ്റെ ചിന്ത. ഇവിടെ നാം ഇങ്ങനെ കാണുന്നുണ്ട്, പത്രോസിന്റെ 1ാമത്തെ ലേഖനം 1ാം അധ്യായം 15-16 വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരാകുവിൻ. വിളിച്ചവൻ മാതൃക കാണിച്ച പ്രകാരം എല്ലാ നടപ്പിലും അത് കൽപ്പന അനുസരിച്ച് വിശുദ്ധരായി തീരുവീൻ. ചേർന്ന് തന്നെ 16ാം വാക്യം പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന്. തിരുവെഴുത്തിൽ അങ്ങനെ റെക്കോർഡ് ചെയ്ത ഭാഗം അവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നു. മെശിയ തമ്പുരാൻ തന്നെ ഇങ്ങനെ കൽപ്പിക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ 15:10 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് പിതാവിന്റെ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ പ്രസാദത്തിൽ വസിക്കും എന്ന്, എന്റെ സ്നേഹത്തിൽ വസിക്കുമെന്ന്. അപ്പോൾ യേശു പിതാവാൻ ദൈവത്തിന്റെ കൽപ്പനയെ തന്റെ ജീവിതത്തിൽ പാലിച്ചാണ് പിതാവിന്റെ സ്നേഹത്തിലേക്ക് വളർന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹത്തിലേക്ക് വളരും എന്ന് യേശു തമ്പുരാൻ ഓർമ്മിപ്പിക്കുമ്പോൾ, അത് കൽപ്പന പാലിക്കുന്നതിലൂടെ ഒരു വിശുദ്ധീകരണം, തമ്പുരാനിലേക്കൊരു വേർതിരിക്കപ്പെടുന്ന ഒരു അനുഭവം അവിടെ സംഭവിക്കുന്നു എന്ന് ആ വചനവും നമ്മളെ വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്കും ഒന്ന് വിശുദ്ധനാകാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൂടെ?
ഒരമ്മയ്ക്ക് ഒരു വിശുദ്ധ അമ്മയായി മാറാൻ കഴിയും. ഒരു കുടുംബിനിക്ക് അങ്ങനെ ആകാൻ സാധിക്കും. ഒരു ഭർത്താവിന് വിശുദ്ധനാകാൻ കഴിയും. ഒരു ഭാര്യയ്ക്ക് വിശുദ്ധയാകാൻ കഴിയും. അതെ, നമ്മൾ ഒരു അധ്യാപകന്, ഒരു ഡോക്ടർക്ക്, ഒരു ബിസിനസ്സുകാരന് ഒക്കെ വിശുദ്ധനാകാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് എന്ന് അനുസ്മരിപ്പിക്കുവാൻ ഈ അച്ഛൻ ആഗ്രഹിക്കുക. ഞാൻ ഓർക്കുന്നു, ഒരമ്മച്ചി, തളർന്നുപോയ ഈ അമ്മച്ചിയെ കൊണ്ട് ധ്യാനത്തിലേക്ക് വീട്ടുകാർ കൊണ്ടുവരുന്നു. ആ ധ്യാനത്തിന്റെ ഇടയിൽ വെച്ചുള്ള കൗൺസിൽ നടത്തിയ സിസ്റ്റർ ഈ അമ്മച്ചിയോട് പറയുന്നു, അമ്മച്ചി, പ്രാഗി ശപിച്ചുമല്ല ഒന്നും ചെയ്യേണ്ടത്. എല്ലാം ദൈവമേ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് പറഞ്ഞ് വേണം എല്ലാം ചെയ്യുവാൻ. അമ്മച്ചി സിസ്റ്ററോട് പറഞ്ഞു, എന്റെ കുഞ്ഞെ, എനിക്കിതാരും പറഞ്ഞു തരാനില്ലായിരുന്നു. ഞാൻ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ഭർത്താവിന്റെ ആരോഗ്യം, ഭർത്താവിന്റെ മാതാപിതാക്കളുടെ സഹോദരരുടെ സന്തോഷം എന്നൊക്കെ ചിന്തിച്ച് ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഭക്ഷണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. നല്ല രുചികരമായിരിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ ഉള്ളവൾ കൊണ്ടോ എന്നുപോലും നോക്കാതെ എല്ലാവരും വെട്ടിവിഴുങ്ങിട്ട് പോയി. എന്നാൽ ആ കറിക്ക് അല്പം ഉപ്പ് കൂടിയപ്പോഴോ എരി കൂടുകയോ കുറയോ ചെയ്തപ്പോഴോ നീക്കിയൊരു തെള്ളാണ്. ഈ ഒരവസ്ഥയിൽ എൻ്റെ മനസ്സ് മടുത്തു. പിന്നെ ഞാൻ ചിന്തിച്ചു, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവരെങ്കിലും ഈ ഉള്ളവളെ മനസ്സിലാക്കുമെന്ന്. അവരുടെ കൈ വളരുന്നോ കാലും നോക്കി വളർത്തിയെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വന്നപ്പോൾ അപ്പന്റെ ഒപ്പത്തിൻ ആയിക്കഴിഞ്ഞു. അവരിങ്ങനെ ആയപ്പോൾ ജീവിതം മടുത്തു. ഇനി ജീവിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചിന്തിക്കുന്ന പോലെ അവസ്ഥയെത്തി. പിന്നെ ചെയ്തതൊക്കെ പ്രാഗിയും ശപിച്ചും ഒക്കെ അങ്ങനെ ചെയ്തു പോയി. എനിക്കിതാരും പറഞ്ഞറിയില്ലായിരുന്നു കുഞ്ഞെ, ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കൊടുത്തു, അമ്മച്ചി, ആ ഭർത്താവിനോടും ഭർത്താവിന്റെ മാതാപിതാക്കളോടും അമ്മച്ചിയുടെ മക്കളോടും മരുമക്കളോടൊക്കെ അമ്മച്ചി ക്ഷമിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടി അമ്മച്ചി എന്തൊക്കെയാണോ അന്ന് ചെയ്തു കൊടുത്തത് അതൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട്, ദൈവമേ, ഇത് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നടത്തിയ ഓരോ കാര്യങ്ങളെയും സമർപ്പിക്കാൻ പറഞ്ഞു. സംഭവിച്ചത് അടുത്ത മണിക്കൂറുകൾ, അടുത്ത ദിവസങ്ങൾ ഈ അമ്മച്ചി ആ തളർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് സുഖം പ്രാപിക്കുകയായിരുന്നു. ധ്യാനത്തിന് കാറിൽ കൊണ്ടുപോയ അമ്മച്ചി തിരിച്ച് നടന്ന് ബസ്സിൽ കയറി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചി അടുക്കളയിൽ മരുമകളെ സഹായിക്കാൻ ഡൊക്കവണ്ണമായിട്ട് കൂടി. അവിടെ ചെന്ന് അരി കഴുകിയിടുന്നു, കറിക്ക് അരിഞ്ഞു കൊടുക്കുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മച്ചി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇത് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറയുകയാണ്, എടി, നീ ഉണ്ടാക്കിയ കറിക്ക് എന്തോ ഒരു രുചിയാ. ഓ, അമ്മച്ചിയുടെ മനസ്സിൽ ഈ കാര്യം അന്നങ്ങാണവേ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഉള്ളിൽ ആശിച്ചു പോയി. അതെ, ഒരു സ്നേഹം, ഒരു അംഗീകാരം, ഒരു പ്രോത്സാഹനം ആരാണ് ആഗ്രഹിക്കാത്തത്? ഇത്രയും കാലം ഇങ്ങനെ ഒരു അംഗീകാര വാക്ക് പറയാത്ത, ഒരു നല്ല വാക്ക് പറയാത്ത അപ്പച്ചന് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ തോന്നിയത്? ദൈവമേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ എന്തോ സംഭവിക്കുന്നു? ആ ഭക്ഷണം ദൈവം ആശീർവദിച്ച ഭക്ഷണമായിട്ട് മാറാൻ ഇടയായിട്ട് തീർന്നു. ദൈവം ആശീർവദിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വഭാവം അത് ഭക്ഷിച്ച മക്കൾ ഉണ്ടാകാൻ ഇടയായിട്ട് തീർന്നു. എന്താ ദൈവ സ്വഭാവം? മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരെ അംഗീകരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണല്ലോ ദൈവീയ ഭാവം. അത് അപ്പച്ചനിലേക്ക് നിറയാടയായി തീർന്നപ്പോഴാണ് അപ്പച്ചന് ഈ മാറ്റമുണ്ടായത്. തുടർന്ന് മക്കൾക്ക് മാറ്റമുണ്ടായി. ആ കുടുംബാന്തരീക്ഷം മുഴുവൻ മാറ്റമായി മാറി. നോക്കിയേ, ദൈവനാമ മഹത്വത്തിൽ പറഞ്ഞുകൊണ്ട് ആ അമ്മച്ചി തന്നിൽ നിക്ഷിപ്തമായ താലന്തുകൾ വ്യാപാരം ചെയ്തപ്പോൾ ആ അമ്മച്ചി മൂലം ആ കുടുംബം മുഴുവൻ സന്തോഷമായി. ആ കുടുംബം വിശുദ്ധമാകാൻ ഇടയായിട്ട് തീർന്നു. അതേ, ഒരു കുടുംബിനിക്ക് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വിശുദ്ധയാകാനായി സാധിക്കും. ഒരു പിതാവിന് ഒരു വിശുദ്ധനാകാൻ സാധിക്കും. എന്റെ മക്കൾക്ക് ദഹിക്കുന്നത് ഞാൻ സമ്പാദിക്കുകയുള്ളൂ, അവർക്ക് ദോഷമുള്ളതൊന്നും ചെയ്യുകയില്ല, ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്തു കഴിഞ്ഞ് നല്ല പ്രാർത്ഥനയുള്ള മക്കളെ കരുതി ജീവിക്കുന്ന, തന്റെ കടമകളെല്ലാം ദൈവനാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പിതാവെങ്കിൽ ആ തലത്തിലൂടെ നിനക്കൊരു വിശുദ്ധനായി മാറാനായിട്ട് കഴിയും. കുഞ്ഞുങ്ങൾക്ക് തന്നെ പഠിപ്പിക്കുന്നത് അധ്യാപകരിലൂടെ എന്റെ ദൈവമാണ് പഠിപ്പിക്കുന്ന ബോധത്തോടെ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ
അതെ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവമേ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പഠിക്കാനും പ്രാർത്ഥിക്കാനും ഇടയായാൽ ആ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധരാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഒരു ബിസിനസ്സുകാരന് കള്ളക്കട്ടി യഹോവ വെറുക്കുന്നു, കള്ള തുലാസം എന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ അതെ തന്റെ ബിസിനസ് മേഖലയിൽ ഈ വചനം ചേർത്ത് വെക്കുമെന്നുണ്ടെങ്കിൽ പറയട്ടെ ആ ഒരു ബിസിനസ്സുകാരന് വിശുദ്ധനാകാൻ സാധ്യതയുണ്ട്. അതെ ഏത് പ്രൊഫഷനിൽപ്പെട്ട വ്യക്തിക്കും വിശുദ്ധനാകാൻ തക്കവണ്ണം സാധിക്കും തന്നെ ഏൽപ്പിച്ച താലന്തുകൾ വ്യാപാരം ചെയ്യുന്നതിലൂടെ. ഏതൊരു വ്യക്തിയുടെ അടിസ്ഥാന വിളി സുവിശേഷവേലയാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടുകൂടി അത് ഏൽപ്പിച്ച താലന്തുകൾ വ്യാപാരം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഒരു വിശുദ്ധ ജീവിതമായിട്ട് മാറും. ഇനി ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ അതിന് ഒരു ഡൈനാമിക് തലമുണ്ട്. അങ്ങനെയെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? പ്രവർത്തനോന്മുഖമായ ഒരു തലമുണ്ട് ഒരു വിശുദ്ധി എന്ന വാക്ക് പറയുമ്പോൾ. അതായത് ചടുലമായിട്ട് ദൈവിക നിർദ്ദേശങ്ങൾക്കൊത്തവണ്ണം ചടുലമായിട്ട് പ്രവർത്തിക്കുക, ഉണരുക, ആ തലമുണ്ട് വിശുദ്ധി എന്ന വാക്കിന്. നമുക്കറിയാം അനന്യാസ് എന്ന് പറയുന്നായ യെരുശലേമിലെ എപ്പിസ്കോപ്പയായിരുന്നായ അദ്ദേഹത്തെ തമ്പുരാൻ വിളിക്കുകയാണ്, അനന്യാസ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നീ എഴുന്നേറ്റ് നേർവിധി തെരുവിൽ യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരിൽ ഒരുവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്ന പേരുള്ള പുരുഷൻ കടന്നു വന്ന തലേ കൈവച്ചവൻ കാഴ്ചകിട്ടരെ കണ്ടിരിക്കുന്നു എന്ന്. ഉടനെ അന്യാസ് പറയാണ്, കർത്താവേ, യെരുശലേമിൽ നിന്റെ വിശുദ്ധർക്ക് എത്രയധികം ദോഷം അവൻ ചെയ്തിരിക്കുന്നു, ഇവിടെയുള്ളവരെയും പിടിച്ചുകെട്ടാൻ അവന്റെ കയ്യിൽ അധികാരപത്രമുണ്ടെന്ന്. അപ്പോൾ ദൈവം പറയാണ്, നീ പോക, അവൻ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ജാതികൾക്ക് മുൻപാകെ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു എന്ന്. ഉടനെ തന്നെ ചടുതിയിൽ അനന്യാസ് പുറപ്പെടുകയാണ്. തമ്പുരാൻ എന്താ പറഞ്ഞോ ആ പറഞ്ഞതിനെ അതുപടി അനുസരിച്ചുകൊണ്ട് അതാ തമ്പുരാന്റെ ഹിതത്തിലേക്ക് ഉയർന്ന അനന്യാസിനെ കാണാൻ സാധിക്കുന്നു. തീർച്ചയായും ഒരു വിശുദ്ധൻ അതേ ദൈവനിർദ്ദേശം ഒത്തവണ്ണം അതാ പെട്ടെന്ന് ചലിക്കുന്ന ഒരു പ്രവർത്തനോന്മുഖമായ ഒരു ഡൈനാമിക് അവസ്ഥയിലേക്ക് ആ വ്യക്തിക്ക് ഉയരാൻ സാധിക്കും. ഞാൻ ഓർക്കുന്നു, ഈ അടുത്ത ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് വീണ്ടും ഉറങ്ങാൻ തക്കവണ്ണമായിട്ട് തിരിഞ്ഞു കിടക്കാൻ തോന്നി. അങ്ങനെ ആ മയക്കത്തിലേക്ക് വീണപ്പോൾ ഒരു പാട്ടിന്റെ ശകലമാണ് എന്റെ മനസ്സിൽ ഞാൻ ഉണരുമ്പോൾ പാടി വരുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ എന്റെ മനസ്സിൽ വന്ന പാട്ട് ശകലം ഇതാണ്: തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം, സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയാത്രേ വാഞ്ചിതം. അതേ തേടുവാൻ ജഡത്തിന്റെ സുഖം തേടാനുള്ള സമയമല്ല ഇത് എന്ന്. ഈ സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ അതെ നീ വാഞ്ചിക്കേണ്ടത് എന്ന്. ഈ പാട്ട് ശീൽ വന്നതും ചാടി എഴുന്നേറ്റ് ഉടനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയായിട്ട് ഞാൻ പോയി. ഞാൻ ഈ പറഞ്ഞു വെച്ചത് അതെ ദൈവമുഖം കാണണമെങ്കിൽ എന്താ വേണം? ദൈവം കാണണമെങ്കിൽ വിശുദ്ധി വേണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. അങ്ങനെയെങ്കിൽ ആ വിശുദ്ധി നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ പറയുകയാണ്, എന്താ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന്. തീർച്ചയായിട്ടും അത് ആർജിത വിശുദ്ധിയിലേക്ക് ഏറെ വളരാൻ തക്കവണ്ണമായിട്ട് ഈ കേഴി മുഖാന്തരമാകട്ടെ. എല്ലാ ദൈവനാമഹത്വത്തിനായിട്ട് ചെയ്തുകൊണ്ടും ദൈവകൽപ്പന പാലിച്ചുകൊണ്ടും വിശുദ്ധിയിലേക്ക് ഉയരുവാൻ തക്കവണ്ണമായി തലമുറകളുടെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പിതാവും മാതാവും വിശുദ്ധ ഭർത്താവും വിശുദ്ധ ഭാര്യയും ഒക്കെ ആയി തീരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കേണ്ട തലകളെ വണക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങൾക്കൊന്നിച്ച് ഇന്ന് ഈ നിമിഷങ്ങളിൽ ചിന്തിക്കാനിടയായ ഈ വചനഭാഗങ്ങൾക്കായി നന്ദി പറയുന്നു. ആർജിത വിശുദ്ധിയിലേക്ക് ഞങ്ങളെ ഏറെ വളർത്തുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന പോലെ അതേ ദൈവത്തിന്റെ ഇഷ്ടമോ ഞങ്ങളുടെ ശുദ്ധീകരണം തന്നെ ആ വിശുദ്ധിയിൽ ഏറെ വളരുവാൻ തക്കവണ്ണമായിട്ട് ആ അങ്ങയുടെ ആഗ്രഹത്തെ ഉയരുവാൻ തക്കവണ്ണമുള്ള അഭിഷേകം ഞങ്ങളിലേക്ക് വ്യാപരിപ്പിക്കണമേ. ചടുലമായി ദൈവം ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിൽ ചലിപ്പിക്കപ്പെടുന്ന ഉപകരണങ്ങളെ തരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അത് ആയത് ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും എന്നാൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു.